Assalamu alaikum. This call is now being recorded. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. എനിക്ക് സ്റ്റാർട്ട് ചെയ്യാമോ? മാഷെ സ്റ്റാർട്ട് ചെയ്തോളൂ, പ്രശ്നം ഉണ്ടാവില്ല. വേറെ സംസാരങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല, വേറെ കുഴപ്പമില്ല. മാഷെ സ്റ്റാർട്ട് ചെയ്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ അൽ ഉയൂൻ അക്കാഡമിയുടെയും ബ്രൈറ്റ് അക്കാഡമിയുടെയും അതിൻ്റെ രക്ഷാകർത്താക്കൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഞാൻ ഇന്നിവിടെ ഈ ഒരു ക്ലാസ്സിൽ സംഗമിച്ചിരിക്കുന്നത് ഒക്കെ ഒരു ട്രാൻസ്ലേറ്റർ ആവുക അല്ലെങ്കിൽ ഭാഷാ പണ്ഡിതരാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ആദ്യമായിട്ട് നമ്മളൊക്കെ പഠിതാക്കളാണ്, ഈ സംസാരിക്കുന്ന ഞാനും പഠിതാക്കളാണ്. നോ വൺ ഈസ് കംപ്ലീറ്റഡ്, ആരും തന്നെ പൂർണ്ണരല്ല. അപ്പൊ അതുകൊണ്ട് ഞാനും ഇത് പറഞ്ഞു പഠിക്കുകയാണ്. നിങ്ങളത് കേട്ട് വല്ല ഉപകാരവും കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, സന്തോഷം. ഇനി നിങ്ങളത് മറ്റുള്ളവരിലേക്കും കൈമാറുക. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഏറെ പ്രാധാന്യമുള്ളൊരു കലയാണ്. ഇറ്റ്സ് ആൻ ആർട്ട്, ഒരു കലയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയത്തെ, പണ്ട് മലയാളത്തിൽ ഒരു കവിയുടെ ഒരു കവിത പഠിച്ചത് ഓർമ്മയുണ്ട്. അതിന്റെ ആശയം ഇങ്ങനെയാണ്: ഒരു വഴിതെറ്റി പോയ പറവയെ കണ്ട മനുഷ്യൻ ഖേദത്തോടു കൂടി പറയുന്നുണ്ട്, എനിക്ക് ആ അമ്മക്കിളിയെ അറിയാം, പക്ഷേ ആ ഈ കുഞ്ഞിക്കിളിയുടെ ഭാഷ അറിയില്ലല്ലോ. അഥവാ ഞാൻ ഒരു നാട്ടിൽ ചെന്നാൽ അവരുടേതായ ഭാഷ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കാനോ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സാധ്യമല്ല. ഇന്നത്തെ കാലത്ത് അൽ ലുഗത്തുൽ അറബിയ്യ വൽ ഇൻജിലീസിയ്യ ലഹുമാ മുഹിമ്മ ജിദ്ദ, വെരി ഇമ്പോർട്ടൻസ്. ഈ രണ്ട് ലാംഗ്വേജിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ഭാഷകളാണ് ഇംഗ്ലീഷ് ആൻഡ് അറബിക്. നമുക്കറിയാം, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നാൽ ഡോക്യുമെന്റൽ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ ആണ്. അഥവാ ഒരു ട്രാൻസ്ലേറ്റർക്ക് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എന്ന ഒരു കലയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡോക്യുമെന്റൽ ട്രാൻസ്ലേഷൻ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി. അതിന്റെ പ്രത്യേകത, ഡോക്യുമെന്റൽ ട്രാൻസ്ലേഷൻ വളരെ പ്രധാനവുമാണ്, പക്ഷേ വളരെ സിമ്പിളുമാണ്. കാരണം ഇറ്റ് ഹാസ് എ മെത്തേഡ്, ഫിക്സഡ് മെത്തേഡ്. അതിനൊരു സ്ഥിരമായ ഒരു മാതൃകയുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ പാസ്പോർട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പാസ്പോർട്ടിന് ഒരു മെത്തേഡ് ഉണ്ട്. ആ ഒരു മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ പാസ്പോർട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പം വിഷയം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഒരു പ്രസന്റേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ അത് പ്രസന്റ് ചെയ്ത് നമുക്ക് ആരംഭിക്കാം. ഒരു മിനിറ്റ്, ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, കാണുന്നുണ്ടോ? ഞാൻ പ്രസന്റ് ചെയ്യുന്ന കാണാവോ? കാണുന്നുണ്ടോ? ഓക്കെ. എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ. ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ മെത്തഡോളജി, എ ക്ലിയർ അപ്രോച്ച് വിത്ത് എക്സാമ്പിൾസ്. പിന്നെ വിനീതന്റെ പേര് അതിന് പ്രസക്തിയില്ല. അഥവാ ഇവിടെ മുൻ ആമുഖ പ്രഭാഷകൻ വിശദീകരിച്ചതുപോലെ ഡോക്യുമെന്റ് ട്രാൻസ്ലേഷന്റെ മെത്തേഡാണ് പറയാൻ പോകുന്നത്.
അതിനെ എക്സാമ്പിളോട് കൂടി വിശദീകരിക്കുകയാണ്. നമ്മളെ മോട്ടോ അതാണ് കേട്ടോ. ബ്രിഡ്ജിങ് ഡോക്യുമെന്റ്സ് അക്രോസ് ലാംഗ്വേജ് വിത്ത് അക്യൂറസി ആൻഡ് ക്ലാരിറ്റി. വ്യക്തതയോടുകൂടി എന്ത് ചെയ്യുക, ഒരു ഭാഷയിലുള്ള ഡോക്യുമെന്റിനെ മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുക എന്നാണ് നമ്മുടെ ഇതിന്റെ മോട്ടോ. അക്യൂറസി ആൻഡ് ക്ലാരിറ്റി, ഈ രണ്ട് പദങ്ങളാണ് നമ്മുടെ ട്രാൻസ്ലേഷനെ വ്യത്യസ്തമാക്കുന്നത് അല്ലെങ്കിൽ സ്വീകാര്യമാക്കുന്നത്. ഓക്കെ, കേൾക്കണില്ല നിങ്ങൾക്ക് തന്നെ? ഡു ഐ ഓഡിയബിൾ? ഓക്കെ. എന്താണ് വാട്ട് ഈസ് ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ? കൺവേർട്ടിംഗ് റിട്ടേൺ ഡോക്യുമെന്റ്സ് ഫ്രം വൺ ലാംഗ്വേജ് ടു അനദർ. ആവശ്യം ഉണ്ടാവില്ല. അഥവാ ഒരു ഭാഷയിൽ രചിക്കപ്പെട്ട തയ്യാറാക്കപ്പെട്ട ഡോക്യുമെന്റിനെ മറ്റൊരു ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനെയാണ് ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇതിലെന്താ ശ്രദ്ധിക്കേണ്ടത്? എൻഷ്യൂർസ് മീനിങ്, ടോൺ ആൻഡ് പർപ്പസ് റിമൈൻ ഇൻടാക്ട്. അഥവാ ഇതിന്റെ അർത്ഥത്തെ ഉറപ്പുവരുത്തണം, അതിന്റെ ടോണ് അതിനെ ഉറപ്പുവരുത്തണം, അതുപോലെ എന്താണ് യഥാർത്ഥത്തിൽ ഇത് ഉദ്ദേശിക്കുന്നത് അതും അതിൽ വ്യക്തമായിരിക്കണം. എന്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്? യൂസസ് ഫോർ ലീഗൽ, അക്കാഡമിക്, ടെക്നിക്കൽ ആൻഡ് ഒഫീഷ്യൽ ടെക്സ്റ്റ്. ഇത് നിയമപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും, അക്കാഡമിക് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ ഒഫീഷ്യൽ ആയിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ ഡോക്യുമെന്റ് ആയിരിക്കും. അത് ആ ഡോക്യുമെന്റ് ആയിട്ട് എന്തൊക്കെ വരുന്നുണ്ടോ അതിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ, പ്രശ്നമില്ല. പിന്നെ അടുത്തത്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാവാൻ ചോദ്യം. നമുക്ക് പെട്ടെന്ന് തീർത്തിട്ടേ നമുക്ക് ഇൻഷാ അല്ലാഹ് ഡിസ്കഷനിലേക്ക് കിടക്കാം. വൈ എ ക്ലിയർ മെത്തഡോളജി? എക്സ്ക്യൂസ് മീ സാർ, ഫസ്റ്റ് രണ്ടാമത്തെ സ്ലൈഡ് സാറ് പ്രസന്റ് ചെയ്തിട്ടില്ലല്ലോ. ഫസ്റ്റ് സ്ലൈഡ് അത് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ, വാട്ട് ഈസ് ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ പറഞ്ഞു സാറ്. ബട്ട് സാർ അത് പ്രസന്റ് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ സ്ലൈഡ് ഒന്ന് ഇടാവോ? ഇപ്പൊ കിട്ടുന്നില്ല? അല്ല, ഫസ്റ്റ് സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ട്, ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ മെത്തഡോളജി എന്ന് പറഞ്ഞ് സാർ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. നെക്സ്റ്റ് സ്ലൈഡ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ സാർ അത് ഓക്കെ. എല്ലാവർക്കും ഉണ്ടോ പ്രോബ്ലം? ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഇപ്പൊ. ഹലോ കൺവീനർ, ഹലോ. ഇല്ല സാർ, എനിക്ക് ഫസ്റ്റ് സ്ലൈഡ് കാണുള്ളൂ, സെക്കൻഡ് സ്ലൈഡ് കാണാൻ പറ്റുന്നില്ല. സ്ലൈഡ് മാറുന്നില്ല? കാരണം മാറുന്നില്ല. ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ആ സ്ലൈഡ് കാണുന്നുണ്ട്, പിന്നെ ഫസ്റ്റ് ഡോക്യുമെന്റിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. സെക്കൻഡ് സ്ലൈഡ് ഐ ആം നോട്ട് ഏബിൾ ടു വിസിബിൾ ദാറ്റ് വൺ. ഓൾറെഡി ഇറ്റ് വാസ് റിട്ടൺ ബട്ട് ഇറ്റ് വാസ് നോട്ട്. ഓക്കെ. എല്ലാവർക്കും ഉണ്ടോ പ്രോബ്ലം? ഒന്ന് സാരി ഹലോ. Yes. Now it is okay, sir. Now we can see. Okay. ഇപ്പൊ കാണുന്നുണ്ട്. Yes. ഇപ്പൊ കാണുന്നുണ്ട്. നമ്മങ്ങനെ പോവാം. Thank you, sir. ഓക്കെ. അത് പറഞ്ഞു ഞാൻ അടുത്തത്. എന്തുകൊണ്ടാണ് വൈ എ ക്ലിയർ മെത്തഡോളജി? നമുക്ക് എന്തുകൊണ്ട് ഒരു മെത്തേഡ്, ഇതിനൊരു മെത്തഡോളജി വേണം, ഒരു റൂട്ട് വേണം എന്ന് നമ്മൾ എന്താ, ഒരാള് സിറ്റ് ആൻഡ് ടേക്ക് എ ഡോക്യുമെന്റ് ആൻഡ് ട്രാൻസ്ലേറ്റ് ഇറ്റ്, അങ്ങനെ പോരെ എന്ന് ചോദിച്ചാൽ അപ്പൊ അതിന് മറുപടിയാണ് വി നീഡ് എ മെത്തഡോളജി. ഒന്നെന്താണെന്ന് വെച്ചാൽ മെയിൻറ്റെയിൻസ് അക്യൂറസി ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ടു ദി സോഴ്സ്. നാം ചെയ്യുന്ന ഡോക്യുമെന്റിന്റെ ഉറപ്പ്, അതിൻ്റെ സത്യസന്ധത, അതിൻ്റെ കൃത്യത, അതൊക്കെ ഉറപ്പുവരുത്താൻ നമുക്കൊരു മെത്തേഡ് വേണം. അതുപോലെ എൻഷ്യൂർ കൺസിസ്റ്റൻസി അക്രോസ് ലാർജ് ഓർ മൾട്ടി സെക്ഷൻ ടെക്സ്റ്റസ്. വലിയ ടെക്സ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ, ഇതിപ്പോൾ നമ്മളൊരു ചെറിയത് മാത്രമല്ലല്ലോ, എല്ലാം ഡോക്യുമെന്റ്സ് പല ഐറ്റംസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്ഥിരത ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യണം. അതുപോലെ പ്രൊമോട്ട്സ് പ്രൊഫഷണൽ ക്വാളിറ്റി ആൻഡ് ക്ലയന്റ് ട്രസ്റ്റ്. നമുക്കൊരു ക്ലയന്റ് നമ്മളെ ഒരു ഡോക്യുമെന്റ് ഏൽപ്പിക്കുമ്പോൾ അതിലൊരു വിശ്വസ്തതയുണ്ട്, ആ വിശ്വസ്തയെ കാത്തു വീക്ഷിക്കണം. പിന്നെ വി വാണ്ട് ടു ബി പ്രൊഫഷണൽ. നമ്മളൊരു പ്രൊഫഷണൽ ട്രാൻസ്ലേറ്റർ ആണ്.
അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യണമെങ്കിൽ ഈ മെത്തേഡ് എന്ത് ചെയ്യണം, മെത്തഡോളജി എന്ത് ചെയ്യണം, നമ്മൾ ഫോളോ ചെയ്യണം. മെത്തഡോളജി എന്ന് പറയുന്നത് ഏത് വിഷയത്തിലും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ റിസർച്ച് സ്റ്റുഡൻ്റ് ആണ്, റിസർച്ച് സ്കോളർ ആണ്, അവർക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ് മെത്തഡോളജി. നമ്മളടുത്ത് ഒരുപാട് അറിവുണ്ട്, ആ അറിവിനെ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനമാണ്. അപ്പം അതിന് ഞാനൊരു PhD ചെയ്യുന്നുണ്ട്, റെഗുലർ അല്ലെങ്കിൽ പോലും. അപ്പോൾ ആ PhD ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു ഐഡിയാസിലേക്ക് നോക്കിയില്ലെങ്കിലും they should take care about our methodology. ഇൻഷാ അല്ലാഹ്. എന്നാൽ അടുത്തതിലേക്ക് കിടക്കാം. ഇനിയാണ് ഇമ്പോർട്ടൻ്റ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഇനി മെത്തഡോളജി അനലൈസ് ചെയ്യാൻ പോവാണ്, ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തത് പ്രീ ട്രാൻസ്ലേഷൻ അനലൈസിസ്, അഥവാ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പ്. ഇപ്പം നമ്മളൊരു വി ആർ സിറ്റിംഗ് ഇൻ എ ഓഫീസ് ഓർ in a chair and coming a person to us requesting to translate a document. നമ്മൾ അത് കിട്ടി, നമ്മളെ കയ്യിലെത്തി. നമ്മൾ എന്ത് ചെയ്യുന്നു? നുഫത്തിഷു ജമീഅ അവലൻ നഖറഉ ജമീഅൻ മാഹിയൽ അൽ വസായിഖ്, എന്താണ് ഡോക്യുമെന്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം. അതാണ് പറയുന്നത് പ്രീ ട്രാൻസ്ലേഷൻ അനലൈസിസ്. ഐഡന്റിഫൈ ഡോക്യുമെന്റ് ടൈപ്പ്, എന്ത് ടൈപ്പ് ഡോക്യുമെന്റ് ആണിത്? ലീഗലാണോ, മെഡിക്കലാണോ, അക്കാഡമിക് ആണോ, അങ്ങനെ തുടങ്ങിയ ഏത് ഐറ്റം ആണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഓരോന്നിനും ഓരോ രീതിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഇപ്പം മാരേജിന്റെ ഒക്കെ അഗ്രിമെന്റ് എന്നാണ് ഉണ്ടാവുക. ലീഗൽ എന്താണ്? ഡോക്യുമെന്റ് ആണ്. അപ്പൊ അഗ്രിമെന്റ് ഉണ്ട്, മാരേജ് അഗ്രിമെന്റ്. നമുക്ക് ഈ അഗ്രിമെന്റിന് എന്തുണ്ട്? അറബിയിൽ എന്തുണ്ട്? ഇത്തിഫാഖ് എന്നുണ്ട്, ഇത്തിഫാഖിയ, അതുപോലെ എന്തുണ്ട്? അഖദ് എന്നുണ്ട്. പക്ഷെ മാരേജിൽ നമ്മൾ എന്തായാലും അഖദ് എന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതൊരു ടെർമിനോളജിയാണ്, അഥവാ അത് ലീഗൽ ടെർമിനോളജിയാണ്. അപ്പൊ അത് അങ്ങനെ ഉപയോഗിക്കണം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഡോക്യുമെന്റ് എന്താണെന്ന് തിരിച്ചറിയണം. രണ്ടാമത്തത് അണ്ടർസ്റ്റാൻഡ് ഓഡിയൻസ്, കോണ്ടക്സ്റ്റ് ആൻഡ് പർപ്പസ്. ഇതെന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, അത് നടക്കണം. അതാണല്ലോ ലക്ഷ്യം. ഇപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും? ജോലിക്ക് വേണ്ടിയായിരിക്കാം, അതുപോലെ ഏത് സാഹചര്യത്തിലാണ് ഇത് അദ്ദേഹം നൽകുന്നത്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. പിന്നെ ആർക്കാണ് ഇത് സബ്മിറ്റ് ചെയ്യുന്നത്, അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. രണ്ടാമത്തത്, പിന്നെ അടുത്തത് പ്രിപ്പയർ ടെർമിനോളജി ലിസ്റ്റസ് ആൻഡ് റെഫറൻസ് മെറ്റീരിയൽസ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആദ്യം ഒരു ഡോക്യുമെന്റ് ലഭിക്കുന്നു, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിലുള്ള ടെർമിനോളജീസ് ഒക്കെ, പദങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ലിസ്റ്റ് ചെയ്യുക. അതിൻ്റെ ട്രാൻസ്ലേഷൻ നമ്മൾ ആദ്യം കണ്ടെത്തി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി യൂസ്ഫുൾ ആൻഡ് ഈസി ടു ട്രാൻസ്ലേറ്റ്. എക്സാമ്പിൾ പറയാം. ലീഗൽ കോൺട്രാക്റ്റിൽ ഇപ്പോൾ ലീഗലായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണെങ്കിൽ അതിൻ്റെ പ്രിസിഷൻ ആൻഡ് യൂണിഫോമിറ്റി, അതിൻ്റെ കൃത്യത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഷാള്, അതത്ര ഗൗരവത്തിൽ നമ്മൾ എടുക്കൂല. പക്ഷെ നമ്മളൊരു അറബി ഡോക്യുമെന്റോ ഒരു മലയാള ഡോക്യുമെന്റോ അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഷാൾ ഉപയോഗിക്കേണ്ടടുത്ത് ഷാൾ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതൊരു പെർമിഷൻ മാത്രമേ ഉള്ളൂ. മറ്റേ ഷാളാകുമ്പോൾ ഒബ്ലിഗേഷൻ ആണ്. അപ്പൊ ആ ഒരു മീനിങ്ങിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഗ്രിമെന്റ്, അതുപോലെ ഈ യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഗത്ത് അഗ്രിമെന്റിന് ഉപയോഗിച്ചാൽ പിന്നെ അത് ഫുൾ അഗ്രിമെന്റ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ അഗ്രിമെന്റിന്റെ ട്രാൻസ്ലേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഇത്തിഫാക്ക് നമ്മൾ ഉപയോഗിച്ചു. അപ്പൊ ഇത്തിഫാക്ക് എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? കുറച്ച് കഴിയുമ്പോൾ അല്ല അക്കത് ഉപയോഗിക്കാൻ പാടില്ല. അതെന്ത് കൺഫ്യൂഷൻ വരും. അപ്പൊ ഒരു യൂണിഫോമിറ്റി നമ്മുടെ ട്രാൻസ്ലേഷൻ ഉണ്ടാവണം, പ്രത്യേകിച്ച് ലീഗൽ കോൺട്രാക്റ്റുകളിലൊക്കെ. കാരണം അതിലുള്ള പദങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിക് ആണെങ്കിൽ വളരെ പ്രാധാന്യമുണ്ട്. ഇസ്ലാമിക് മാരേജ് സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ, അതുപോലെ മറ്റുള്ള
ഈ ഇജാറത്ത്, ഐ മീൻ ഒരാള് റെന്റിന്റെ ഒക്കെ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അതിലൊക്കെ ഈ ഇജാറത്ത് എന്നുള്ള പദം, അതുപോലെ അങ്ങനത്തെ ഒരുപാട് പദങ്ങളുണ്ടല്ലോ, വായ്പ, കറള്, അതൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ. കറള്, ഇജാറത്തൊക്കെ നമ്മൾ വായ്പ വാങ്ങുക, കടം വാങ്ങുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മലയാളത്തിലൊക്കെ ഉപയോഗിക്കും. ബട്ട് അതിന്റെ ലീഗലായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് അറബി ഭാഷ ശ്രദ്ധിക്കുന്ന വേണം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. പ്രീ ട്രാൻസ്ലേഷന്റെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, വാട്ട് ഈസ് ദിസ് ഡോക്യുമെന്റ്, ഈ ഡോക്യുമെന്റ് എന്താണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇനി ട്രാൻസ്ലേഷൻ പ്രോസസ്സിലേക്ക് കടക്കാൻ പോവാണ്. നമ്മൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ലേറ്റ് ഐഡിയാസ്, നോട്ട് വേർഡ്സ്. വാക്കുകൾ നമ്മൾ അല്ല ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ മീനിങ് ആണ്, ഐഡിയാസ് ആണ്. എന്ത് ഒരു ഉദ്ദേശാർത്ഥം ഉണ്ടാവും, അതിലേക്കാണ് നമ്മൾ ചെല്ലേണ്ടത്. അതെല്ലേലും വേണ്ട, അത് അതിനനുസരിച്ചുള്ള ഡോക്യുമെന്റുകളിലാണ് ഉപയോഗിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കും. പിന്നെ മെയിൻറ്റെയിൻ ഡോക്യുമെന്റ് സ്ട്രക്ചർ ആൻഡ് ഫോർമാറ്റിംഗ്. ഓരോ ഡോക്യുമെന്റിനും അതിൻ്റെതായ ഡിസൈൻ ഉണ്ടാകും, അതിൻ്റെതായ ഒരു സ്ട്രക്ചർ ഉണ്ടാകും. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ചിലയിടത്ത് അതിനായിട്ട് ഡിസൈനേഴ്സ് ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ചില വളരെ ഒതന്റിക് ആയിട്ട് ചെയ്യുന്ന ചില കൺസൾട്ടൻസിയിലൊക്കെ അങ്ങനെ തന്നെ അവർ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ യൂസ് CAT ടൂൾസ് ഫോർ അക്യൂറസി ആൻഡ് മെമ്മറി കൺസിസ്റ്റൻസി ഇഫ് യു നീഡഡ്. ഇതൊരു AI കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചത് കൊണ്ട് കാര്യമില്ല. വി ക്യാൻ യൂസ് AIs, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ട്രാൻസ്ലേഷൻ CAT ടൂൾസ് ഫോർ അക്യൂറസി ആൻഡ് മെമ്മറി കൺസിസ്റ്റൻസി ഇഫ് യു നീഡഡ്. ഒരുപാട് ടൂൾസ് ഉണ്ട്. ആ ടൂൾസുകൾ പലതിനും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഒന്ന് പറഞ്ഞ മെമ്മറി കൺസിസ്റ്റൻസി, അത് നമ്മളൊരു ഉദാഹരണം, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഓർ പാസ്പോർട്ട് ഓർ വിസ ട്രാൻസ്ലേറ്റ് ചെയ്തു, അപ്പൊ അതിന്റെ അതേ വൊക്കാബുലറീസ്, അതേ സെന്റൻസ് തന്നെ ആയിരിക്കും അടുത്ത് ചെയ്യുമ്പോൾ വരിക. അത് നമ്മളെ മൈൻഡിൽ നിൽക്കണമെന്നില്ല. ബട്ട് ദ കമ്പ്യൂട്ടർ വിൽ ഹെൽപ്പ് അസ്. കമ്പ്യൂട്ടർ നമ്മളെ സഹായിക്കും. അതിനാണ് CAT ടൂൾസുകൾ ഉപയോഗിക്കുക. ഒന്ന്, ഞാൻ വീണ്ടും പറയുന്നു, ദ അസിസ്റ്റ് ദ ട്രാൻസ്ലേറ്റർ റദർ ദാൻ റീപ്ലേസ് ദം. നമുക്ക് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് പറയാം, ദ അസിസ്റ്റ് ദ ട്രാൻസ്ലേറ്റർ. അവർ ചെയ്യുന്നത്, ഐ മീൻ ദീസ് AI ടൂൾസ് ഓർ കമ്പ്യൂട്ടേഴ്സ് help us as an assistant, not they will replace us. അവരൊരിക്കലും നമ്മൾ എന്താവൂല, നമ്മളെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി അവർ വരില്ല. അപ്പൊ നമുക്ക് അവർ അസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ നമ്മളൊരു വലിയൊരു ഡോക്യുമെന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഒക്കെ പാടെ ഇരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു AI ടൂൾ ഉപയോഗിച്ചിട്ട് മുഖദ്ദിമ, ഔവലൻ, അൽ ബിദായ, ആരംഭം എന്ത് ചെയ്യുക, ഒരു AI ടൂൾ ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുക. പക്ഷെ ഞാൻ പറയുന്നു, AI ടൂൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് അതിനുള്ള കഴിവ് വേണം. ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഈസ് ദർ എനി എറേഴ്സ്? അവിടെ നീ തെറ്റുണ്ടോ? അൽ ഹുനാക ഖത്തഉൻ ഔ അഖ്താഉൻ, യവുകളുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? അറിയണമെങ്കിൽ യു വാണ്ട് ടു ബി എ ട്രാൻസ്ലേറ്റർ. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ട്രാൻസ്ലേഷൻ കോഴ്സ് പഠിച്ച ആളായിരിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, ഒരു ട്രാൻസ്ലേഷൻ കോഴ്സ് പഠിച്ച ആളായിരിക്കണം. നിങ്ങൾ വിചാരിക്കും പുതിയ കാലമാണ്, വൈ വി നീഡ് അക്കാഡമി ഓർ എ കോഴ്സ് ഇൻ ദിസ് എറ. ഇവിടെ AI ഉണ്ടല്ലോ, ഇവിടെ യൂട്യൂബ് ഉണ്ടല്ലോ എന്ന് പറയും. ബട്ട് നമ്മൾക്ക് കൃത്യമായൊരു റൂട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ 12 വർഷം ഞാൻ അറബിക് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഉറുദു, മലയാളം, ഈ 3 ലാംഗ്വേജും പഠിച്ച ആളാണ്. ആഫ്റ്റർ ദാറ്റ് തഖറുജ് മിനൽ ജാമിയയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയതിനു ശേഷം ഒരു 4 മന്ത് കോഴ്സ് ട്രാൻസ്ലേഷനിൽ എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നത്. അഥവാ എൻ്റെ ഉള്ളിൽ ഒരുപാട് അറബി ഉണ്ടായിരുന്നു,
ഒരുപാട് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. ആ ഇംഗ്ലീഷിനെയും അറബിയെയും ഒരു ട്രാൻസ്ലേറ്റർ, ഒരു അറബിയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ട്രാൻസ്ലേറ്റർ ആക്കി മാറ്റിയത് ആ 4 മാസത്തെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എൻ്റെ പ്രാക്ടീസാണ്. അതിനെന്നെ സഹായിച്ചത് അക്കാഡമികളാണ്. ഏത് അക്കാഡമി സെലക്ട് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ചോയ്സ്. ഒരു ട്രാൻസ്ലേറ്റർ ആവാൻ, ഒരു പ്രൊഫഷണൽ ട്രാൻസ്ലേറ്റർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഹിയർ ഈസ് ലോട്ട് ഓഫ് സ്കോപ്പ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഡസൻസ് ഓഫ് സ്കോപ്പ്, ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ഐ മീൻ യു വാണ്ട് ടു ബി എ പ്രൊഫഷണൽ, അങ്ങനെ ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു വാണ്ട് ടു ജോയിൻ, യു ഷുഡ് ജോയിൻ വിത്ത് ആൻ അക്കാഡമി. ഒരു അക്കാഡമി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യുന്നത് വേണം. ഓക്കെ, അപ്പോൾ AI ടൂളുകൾ ഉപയോഗിക്കാം. പലർക്കും പറയാൻ മടിയാണ്, AI ടൂൾ ഉപയോഗിച്ചോളി. ഞാൻ പറയുന്നു, യു ഷുഡ് യൂസ് AI ടൂൾസ്. നിങ്ങൾ AI ടൂൾ ഉപയോഗിക്കണം. ബട്ട് ആഫ്റ്റർ യു capable to understand how to translate, എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയാം എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാറൂ. അല്ലെങ്കിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും. മനസ്സിലാകാൻ വിചാരിക്കുന്നു. കൂടുതൽ വിശദീകരിക്കുന്നത് ഭംഗിയില്ല. റിവ്യൂ ആൻഡ് എഡിറ്റിംഗ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? റിവ്യൂ ചെയ്യാൻ പോവാണ്. റിവ്യൂ ചെയ്യുമ്പോൾ ഫസ്റ്റ് റിവ്യൂ ചെയ്യേണ്ടത് നമ്മളാണ്. സെൽഫ് ചെക്ക് ചെയ്യണം. അതിലാണ് എന്താ ചെയ്യേണ്ടത്? ഗ്രാമർ, ടെർമിനോളജി, അക്യൂറസി, ഈ സംഗതികളൊക്കെ. ഞാൻ എന്തൊക്കെ ഉണ്ടാക്കുന്നത് ആഡ് ചെയ്തോളൂ, ഞാൻ എനിക്ക് ഓർമ്മയുള്ളത് ആഡ് ചെയ്താ. അപ്പൊ അങ്ങനെ ഒരു ഗ്രാമർ ചെക്ക് ചെയ്യണമെങ്കിൽ അതൊന്നും നമ്മൾ വേറെ ആളടുത്തേക്ക് ചെല്ലരുത്. ഇത് എക്സ്പെർട്ടാണ്, നമ്മൾ തുടക്കക്കാരാണ്. നമ്മൾ എക്സ്പെർട്ടേഴ്സിനെ നമുക്ക് ഷുവറായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഡിപ്പെൻഡ് ചെയ്യണം. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? നമ്മൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഓക്കെ ആയിരിക്കണം. ഇപ്പൊ ഗ്രാമർ ഒരു ബേസിക് ആണല്ലോ, നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ടെർമിനോളജികൾ, എന്താ കൃത്യത, അതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, അതൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ അടുത്തത് പിയർ റിവ്യൂ ആണ്. എന്ത് ചെയ്യുക? മറ്റൊരാളൊക്കെ ഒന്ന് സഹായം തേടാം. അപ്പൊ അതിൽ 1-2 ആളുകൾ കൂടിയിരുന്നൊന്ന് റിവ്യൂ ചെയ്യുക. കൺസിസ്റ്റൻസി ആൻഡ് ഫ്ലോ എങ്ങനെയുണ്ട്? ഹൗ യു ട്രാൻസ്ലേറ്റഡ്. ഇത് എന്താ പറയാ, എന്താ നമ്മൾ പറയാറില്ലേ, ഇത് ഉദാഹരണം പറയല്, മട്ടലും പാന്തോ, ഒരു പണ്ടത്തെ വല്യമാരൊക്കെ പറഞ്ഞ ഉദാഹരണമല്ല. എന്ത് ഏച്ചുടിമാതിരി അത് മട്ടലല്ല, പാന്തോ, പോട്ടെ, ഓർമ്മയില്ല. അതുപോലെ ആവരുത്. അപ്പൊ അതിന് നമുക്കൊരു പിയർ റിവ്യൂ അത്യാവശ്യമാണ്. പിന്നെ അലൈൻ ടോൺ വിത്ത് ഡോക്യുമെന്റ് ടൈപ്പ്. ഓരോ ഡോക്യുമെന്റിലും ഓരോ ടോൺ ഉണ്ടാവും. ആ ടോൺ ഒരിക്കലും നമ്മൾ കളങ്കപ്പെടുത്താൻ പാടില്ല. ഒരു റിക്വസ്റ്റ് ഉള്ള ഒരു ഡോക്യുമെന്റ് നമ്മൾ എടുത്ത് തന്നിട്ട് അത് റിപ്പോർട്ടായി മാറരുത്. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് റിക്വസ്റ്റ് ആയി തന്നെ മാറണം. അപ്പൊ ഓരോ സ്റ്റൈൽ ഉണ്ടാവും, ആ സ്റ്റൈലിലേക്ക് തന്നെ അതിനെ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, റിപ്പോർട്ട്സ് ആണെങ്കിൽ അതിന് ഫോർമൽ ടോൺ ഉണ്ട്. ലീഫ്ലെറ്റുകൾ ആണെങ്കിൽ, ഉദാഹരണം ഒരു പോസ്റ്റർ ആണ്, അങ്ങനത്തെ ആണെങ്കിൽ അതിനൊരു ആക്സസിബിൾ സ്റ്റൈൽ നമുക്ക് ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ പറഞ്ഞു, ഇപ്പൊ റിപ്പോർട്ട്സുകളാണ്, ഉദാഹരണം നമ്മൾ ഈ ഡോക്യുമെന്റ്സുകളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ലീഗലായിട്ടുള്ള ഡോക്യുമെന്റ്സ്, അതൊക്കെയാണെങ്കിൽ അതിൽ ഫോർമൽ ടോൺ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ ലീഫ്ലെറ്റുകളാണെങ്കിൽ ആക്സസിബിൾ ആയിട്ടുള്ള സ്റ്റൈലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അഥവാ അത് ആ മായന കിട്ടിയാൽ മതി, അതാണ് ഉദ്ദേശം ആക്സസിബിൾ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. ഒരു ഉദാഹരണം പറയാം. The study shows that the policy improved results. تظهر الدراسة أن السياسة قد حسنت النتائج. ഇത് കറക്റ്റ് ഒരു വേർഡ് ബൈ മീനിങ് ട്രാൻസ്ലേഷൻ ആണ്. ഉദാഹരണം ആണോ, തുഹിറു എന്നാ ഉപയോഗിച്ചത്, സ്റ്റഡി ഷോസ് എന്നുള്ളതിന്. അതുപോലെ അദിറാസത്ത് എന്നുള്ളതിന് സ്റ്റഡി, ഓക്കെ. അന്ന സിയാസ പോളിസി, ഹസനത്തുള്ളതിന് ഇംപ്രൂവ്ഡ്, റിസൾട്ട്സ് ഉള്ളതിന് നതായിജ്. കറക്റ്റ് അങ്ങനെ ഉപയോഗിച്ചു. അതൊരു ഫോർമലാണ് അതിന് ഫോർമൽ ട്രാൻസ്ലേഷൻ എന്നാ പറയാം. നമ്മളെ ഡോക്യുമെന്റ് ട്രാൻസ്ലേഷനിൽ ഇത് തന്നെയാണ് വരിക. പിന്നെ അടുത്തത് ആക്സസിബിൾ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ, സ്റ്റേ സേഫ് ബൈ വാഷിംഗ് യുവർ ഹാൻഡ്സ് റെഗുലർലി. നിങ്ങൾ എന്ത് ചെയ്യണം?
നമ്മളെ കൈകൾ എന്ത് ചെയ്യണം? സോപ്പിട്ട് കൈകൾ അറിയാം നമ്മളെ കൊറോണ സമയത്ത്. അതുപോലെ അത് നിങ്ങൾ സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്യാം ആണ് മീനിങ്. ആണോ? അഹ്രിസ് അലാ ഗസ്ലി യദൈക് മിൻ ജുവാമിൽ ലിൽഹിഫാളി അലാ സലാമതിക്. അതുണ്ടോ? അഹ്രിസ് ട്രൈ മേക്ക് ഇൻട്രസ്റ്റ് അങ്ങനൊക്കെ മീനിങ് വരിക. താല്പര്യം കാണിക്കുക. അലാ ഗസ്ലി യദൈക നിന്റെ കൈകൾ കൈകുന്നതിന്റെ മേൽ, കൈകുന്നതിൽ ബിൻ ജുവാമിലിൽ ഹുഫാളി അലാ സലാമതിക് നിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി. അപ്പൊ അവിടെ ഹൈരിസ് എന്നുള്ള വാക്ക് എന്തിലില്ല? അറബിയിൽ ഇല്ല. അപ്പൊ എന്ത് ചെയ്യാ? അത് ഉപയോഗിക്കണ്ടേ? അങ്ങനെ എന്ത് ചെയ്യാം? നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ക്വാളിറ്റി അസ്യൂറൻസ് ഫോർമാറ്റിംഗ്. ഇതാണ് നമ്മളൊരു ട്രാൻസ്ലേറ്റർ ആണോ? ഈ നമ്മളൊരു ബെറ്റർ ട്രാൻസ്ലേറ്റർ ആണോ എന്ന് തെളിയിക്കുന്നത് ഇതാണ്. ഫൈനൽ പ്രൂഫ് റീഡിംഗ് ആൻഡ് ലേ ഔട്ട് ചെക്ക്. നമുക്ക് ഭയങ്കര മടിയാണ്. ഏറ്റവും കൂടുതൽ മടി എന്ന് വെച്ചാൽ പ്രൂഫ് റീഡിംഗ് ആണ്. ഒന്ന് ചെയ്താൽ പിന്നെ അത് വായിക്കാൻ മടിയാണ്. ഞാൻ എൻ്റെ കാര്യമായിട്ട് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യാ? പ്രൂഫ് റീഡിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2-3 വട്ടമെങ്കിൽ വായിച്ചു നോക്കാം. എങ്ങനെയായാലും മനുഷ്യനാണ്, തെറ്റ് പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ തെറ്റിലേക്കായിരിക്കും മറ്റുള്ളവർ കാണുക. ഐ മീൻ നമ്മളെ ഏൽപ്പിച്ച ക്ലയന്റ് അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റി എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നല്ല പ്രൂഫ് റീഡിങ് നടത്തണം. പിന്നെ ലേ ഔട്ടൊക്കെ ചെക്ക് ചെയ്യണം. അതിന്റെ എങ്ങനെയാണത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് ചെക്ക് ചെയ്യണം. Ensure formatting, numbering and tables match original. എന്ത് ചെയ്യാം? അതിന്റെ ഫോർമാറ്റിംഗ് ശരിയാണോ? അതിന്റെ നമ്പറിംഗ് ഒക്കെ ശരിയാണോ? ടേബിളൊക്കെ സെറ്റ് ആണോ? അതൊക്കെ ടേബിള് നമ്മുടെ എന്താ പറയാ, റക്കം, നമ്പർ, അതുപോലെ നെയിം അല്ലെങ്കിൽ ഇസ്മിന്റെ അവിടെ റക്കമും റക്കമിന്റെ അവിടെ ഇസ്മും അങ്ങനെയൊക്കെയാണ് കൊടുത്തത്. അതൊക്കെ എന്ത് ചെയ്യാ? ചെക്ക് ചെയ്യാം. എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക? മസ്റ്റ് കീപ്പ് ഐഡന്റിക്കൽ വിഷ്വൽ ലേ ഔട്ട്. അതിൻ്റെതായ ഒരു ലേ ഔട്ടിൽ എന്ത് ചെയ്യണം? അതിനെ ശ്രദ്ധിക്കണം എന്ന് പറയണം. ഇപ്പം നമുക്കൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നാല് ആ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ലേ ഔട്ട് ഉണ്ട്, ഐഡന്റിക്കൽ വിഷ്വൽ. ഒരു മിനിറ്റ്. റെഡി അല്ലേ? ഹലോ, ഇതിലൊക്കെ ഉറങ്ങിയോ? ഹലോ. യെസ്. ഹസീന ബാനു. യെസ്. മനസ്സിലാവുന്നില്ലേ പറയുന്നത്? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ നിങ്ങളൊക്കെ കടന്നുറങ്ങിയാവും. ഇല്ല, എല്ലാവരും ഉണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ നിങ്ങൊരു ഒറ്റ പേര് വിളിച്ച് വിഷയാക്കാൻ കേട്ടോ. നമുക്ക് ഇൻഷാ അല്ലാഹ് കഴിഞ്ഞിട്ട് വിളിക്കല്ലേ? അപ്പൊ നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടല്ലോ, ഈ പാസ്പോർട്ട്, വിസ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു മോഡലില്ലേ, ആ മോഡലിന് എന്ത് ചെയ്യണം? അത് ഡിസൈൻ ചെയ്യണം എന്നാ പറഞ്ഞത്. ലേ ഔട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ. ഇനി അടുത്തത് ചലഞ്ചസ് ആൻഡ് സൊല്യൂഷൻസ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതാണെന്നറിയാം. എന്തൊക്കെ വെല്ലുവിളികളാണ് നമ്മൾ നേരിടുക? ആംബിഗസ് വേർഡിംഗ് ആണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ നമ്മളൊരു വെല്ലുവിളി എന്താ വെച്ചാല് ഒരേ മീനിങ്ങിലുള്ള ഒരുപാട് വാക്കുകൾ ഉണ്ടാവും. മുത്രാദിഫാസ സിനോണിംസ് ഒക്കെ ഉണ്ടാവും. ഉദാഹരണം, മുത്രാദിഫാത്ത് ഞാൻ പറയാം അല്ലല്ലോ, അതല്ല. അതായത് ദ ബാങ്ക് ഇസ് ബൈ ദ റിവർ. ഈ ബാങ്ക് എന്നുള്ളത് നമ്മൾ എന്തിനു ഉപയോഗിക്കും? തീരം എന്നുള്ളതിന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ എന്തിനു ഉപയോഗിക്കും? ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന മീനിങ്ങിൽ ഉപയോഗിക്കാറുണ്ട് അല്ലെ? അപ്പം ഇത് പറഞ്ഞോളൂ. ഒരു മിനിറ്റ്.
അതിന്റെ ഫ്രണ്ട്സ് ഒന്ന് വാതിൽ മുട്ടിയാണ്. അപ്പം അപ്പം ബാങ്ക് എന്നുള്ള വാക്ക് എന്തിനു ഉപയോഗിക്കും? രണ്ടിനും ഉപയോഗിക്കൂലേ? ഉപയോഗിക്കും. അപ്പൊ ഇവിടെ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനത്തെ ആംബിഗസ് ആയിട്ടുള്ള വേർഡിങ് ഉള്ളത് കൊണ്ട് ആ ഒരേ മീനിങ് ഒരുപാട് അർത്ഥങ്ങളുള്ള വാക്കുകൾ, അതാണ് അർത്ഥം. അതിന് സിനോണിംസ് അല്ല. പിന്നെ അറബിയിൽ എന്താ പറയുക? അറബിയിൽ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, ഗവൺമെന്റ് ചെക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ വേറെ വാക്കാണ് അയിന്. കണ്ണിന് അറബിയിൽ കണ്ണിന് ഉപയോഗിക്കും. ഉദാഹരണം റിവറിന് ഉപയോഗിക്കും. അതുപോലെ അതിന് എൻ്റെ അഭിപ്രായം 9 മീനിങ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അക്കാദമിയുടെ പേര് അൽ ഉയൂൻ, ഇൻസൈറ്റ്സ്. നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് ആശയങ്ങളുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് നോളജ്, ഇൻഫർമേഷൻസ് ഇൻ അവർ ഇൻസൈറ്റ്, ഉള്ളിലുണ്ട്. അതിനെങ്ങനെ ഹൗ ടു എങ്ങനെ ഇഹ്റാജ്, എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാം എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അവര് പലയിടത്തും ജോലി ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ വിദ്യാർത്ഥികൾ കടന്നു വരട്ടെ. അപ്പം ബാങ്ക് അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനത്തെ വേർഡ്സ് ഉണ്ടാവും. പിന്നെ കൾച്ചറൽ ലീഗൽ ഡിഫറൻസസ്, ഓരോ കൾച്ചറിലും ഓരോ വാക്കുകൾ ഇങ്ങനെ ഉപയോഗിക്കുക. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ മാരേജുകൾ ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് നമുക്ക് തന്നാൽ നമ്മൾ അതിന് ഒരു എന്താ പറയാ, ചില പ്രത്യേക ഭാഷയിലേക്ക് അതിനെ മാറ്റുമ്പോൾ ആ കൾച്ചറിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. എന്നാൽ അവർക്ക് അത് ഓരോ കൾച്ചറിൽ ഓരോ ഉപയോഗങ്ങൾ ഉണ്ടാവും, മനസ്സിലാക്കണം. ലീഗൽ ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ മാതിരി ഇസ്ലാമിലുള്ളത് അല്ല മറ്റുള്ളവർക്ക് ഉപയോഗിക്കുക, അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ സ്പെഷ്യലൈസ്ഡ് ടെർമിനോളജി, ചില പ്രത്യേക വാക്കുകൾ ഉണ്ടാവും, അവിടെ അത് തന്നെ ഉപയോഗിക്കണം. പിന്നെ സൊല്യൂഷൻസ്, അതിനെന്ത് പരിഹാരം? ഇന്ന് ഗ്ലോസറി ബിൽഡിംഗ് ആണ്. നമുക്ക് എത്രത്തോളം വാക്കുകൾ അറിയാം, എത്രത്തോളം വൊക്കാബുലറീസ്, എത്രത്തോളം പദസമ്പത്ത് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമുക്കുള്ളൊരു കുറവ് ഇതാണ്, ഗ്ലോസറി. നോ, ഞാൻ എൻ്റെ കാര്യമായിട്ട് പറഞ്ഞേ, ഐ എം ടെല്ലിങ് യു ഓൺലി അബൌട്ട് മീ. എൻ്റെ കാര്യം പറയണേ. നമുക്ക് എന്തില്ല, ഗ്ലോസറി വളരെ കുറവാണ്. കാരണം വി ഡിപ്പെൻഡ് ഗൂഗിൾ ഓർ AI ടൂൾസ് ഫോർ എവറിത്തിങ്. ഒരു ഇംഗ്ലീഷ് സെന്റൻസ് എഴുതിയാൽ നമുക്ക് വിശ്വാസമില്ല. ഇത് നമുക്ക് AI ടൂൾസുകൾ അല്ലെങ്കിൽ ഈ ഗൂഗിളൊക്കെ ഉണ്ടാക്കിയ ഒരു വലിയൊരു അപകടം എന്താ വെച്ചാല് നമ്മളെ കോൺഫിഡൻസ് കളഞ്ഞുകൊള്ളാം. ഒന്നും നമുക്ക് സ്വന്തം ഉണ്ടാക്കാൻ ധൈര്യം. സ്വന്തം ഉണ്ടാക്കി അപ്പം എന്ത് ചെയ്യണം? ഒന്ന് മൂപ്പരോടൊന്ന് ചോദിക്കണം. അല്ല ഉസ്താദുൽ കബീർ, വലിയ ഉസ്താദ് മൂപ്പരാക്കും, മൂപ്പരോടൊന്ന് ചോദിച്ചെന്ന് ഉറപ്പ് വരുത്തി ഒന്ന് പോളിഷ് ചെയ്യണം. പോളിഷ് ചെയ്താൽ എന്ത് ചെയ്യുള്ളൂ? നമുക്കൊരു മൂപ്പര് തന്നാ പിന്നെ അതിൽ നമുക്ക് എന്തില്ല, ഒരു സംശയമില്ല. ഇവിടെ ഇന്ന് കറണ്ട് പോയിണ്, അതുകൊണ്ട് ഭയങ്കര ചൂട്. ഇൻഷാ അല്ലാഹ് അടുത്തത് എന്റെ ലാപ്പ് ചാർജ് തീരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ്. പിന്നെ കൺസൾട്ടേഷൻ വിത്ത് സബ്ജക്ട് എക്സ്പെർട്സ്. പിന്നെ അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ്, അത് മറക്കരുത്. ഇപ്പൊ ഈ ബാങ്ക് എന്നുള്ളടുത്ത് നമ്മൾ ഇത് റിവർ ആണോ ഉദ്ദേശം നമ്മൾ ചോദിക്കണം. ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് ഒരാൾ ട്രാൻസ്ലേറ്റർ ഒരു ടെസ്റ്റ് ആയിട്ട് വന്നാൽ നമ്മൾ ചോദിക്കണം, ഇവിടെ ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്, ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഇപ്പൊ എന്താണ്, അതെന്താണ് നിങ്ങള് അങ്ങനെയൊക്കെ എന്ത് ചെയ്യണം? ചോദിച്ച് മനസ്സിലാക്കണം. നമുക്ക് അറിയാത്ത ചോദിക്കാനുള്ളതാണ്. അറിവിന്റെ ഒരു മാർഗം അറിയാത്ത ചോദിക്കുക എന്നുള്ളതാണ്. അറിയാത്ത ചോദിക്കുമ്പോൾ അറിവുണ്ടാവുള്ളൂ, അറിയാത്തത് കിട്ടുമ്പോൾ അറിവാവുള്ളൂ. അങ്ങനെ ഉണ്ടോ? ആവും. പിന്നെ കൺസൾട്ടേഷൻ വിത്ത് സബ്ജക്ട് എക്സ്പെർട്സ്, എന്ത് ചെയ്യുക? ഈ വിഷയത്തിൽ മാഹിറായ ആളുകൾ ഒരു ഇസ്ലാമിക് ലീഗൽ ഡോക്യുമെന്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫിഖുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഒരു ഫഖീഹുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാം. അല്ല ഇവിടെ ഇപ്പൊ എന്താ ഉപയോഗിക്കുക, ഇത് എന്താ ഉപയോഗിക്കുക, നിനക്ക് എന്ത് ചെയ്യാം? നമുക്ക് പഠിക്കുക, നമ്മള് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നാ ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ കൺക്ലൂഷൻ എന്താ വെച്ചാൽ നമ്മളെ
ഈ ഒരു പ്രസന്റേഷൻ അവസാനിക്കുകയാണ്. ഡോക്യുമെന്റ് ട്രാൻസ്ലേഷൻ റിക്വസ്റ്റ് പ്രിസിഷൻ, പ്ലാനിങ് ആൻഡ് ലിംഗ്വിസ്റ്റിക് സെൻസിറ്റിവിറ്റി ആകെ 9 വരെ പറഞ്ഞതിനപ്പോൾ എ ക്ലിയർ മെത്തഡോളജി എൻസ്യൂസ് അക്യുറേറ്റ്, കൺസിസ്റ്റന്റ് ആൻഡ് കൾച്ചറൽ സ്യൂട്ടബിൾ റിസൾട്ട്സ്. അങ്ങനെ മെത്തഡോളജി നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ട്രാൻസ്ലേറ്റ് ടു കണക്ട്, നോട്ട് ജസ്റ്റ് ടു കൺവേർട്ട്. കേവലം പരിവർത്തനമാകരുത്, അത് മറ്റുള്ളവർ കൂടി മനസ്സിലാകുന്ന രൂപേണ ആകണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇത് എൻ്റെ റിക്വസ്റ്റ് ആണ്. ഞാൻ ഇടയിൽ പറഞ്ഞു, ട്രൈ ടു ലേൺ അണ്ടർ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ ബെസ്റ്റ് ഓഫ് ലക്ക്. 1000 അഭിവാദ്യങ്ങൾ, ആശംസകൾ. എല്ലാവരും നല്ല ട്രാൻസ്ലേറ്റർ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്താ എല്ലാവർക്കും ആവണ്ടേ? ട്രാൻസ്ലേറ്റർ ആവണ്ടേ? ഇനി ഞാൻ ആരത്തും ഉണ്ടില്ല. ഹലോ, സംസാരിക്കൂ, മൈക്ക് ഓണാക്കൂ, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോളി. ക്ലാസ് എന്താ, നിങ്ങൾക്ക് വിഷയങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊണ്ടെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. എന്തെങ്കിലും ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരു മെത്തേഡ് ഒക്കെ മനസ്സിലാവുന്ന ഒന്നാവും. എന്താണ് ലോയൂൻ അക്കാഡമി കൺവീനർ അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റി എന്ത് പറയുന്നു? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം എന്താ വെച്ചാൽ ഇവിടെ വൈഫൈക്ക് ഇൻവേർട്ടർ കണക്ട് ഉള്ളതിന്റെ റൂമിലുള്ളൂ. നമ്മളെ ഓഫീസിലൊന്നും ഇല്ല. ഓഫീസല്ല, മീൻസ് നിന്റെ പഠിക്കണ സ്ഥലത്തില്ല. അവിടെ കറണ്ട് ഇവിടെ ഒന്ന് നിങ്ങളുടെ മായ ഉണ്ടായിന്ന്. ഈസ് ദർ കാറ്റ്സ് ആൻഡ് ഡോഗ്സിന്റെ നല്ല മായാണല്ലോ ഇതിനുള്ള ഇടിയ നല്ലത് അല്ലേ? നല്ല മഴ ഉണ്ടായിരുന്നു. നിങ്ങൾ കൊണ്ടോട്ടി പരിസരത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ മലപ്പുറം ഇടപ്പാള് നല്ല മഴ ഉണ്ടായിരുന്നു. അന്ന് അധിക സ്ഥലത്ത് നല്ല മഴ. പെട്ടെന്ന് ഒരു നല്ല രസമുള്ള ഒരു മഴ ആയിരുന്നത്. മത്തറും ജമീൽ ഫി ജൗബിൻ ഹസീൻ. ഭംഗിയുള്ള അന്തരീക്ഷത്തിൽ എന്താ പറയാ, ഭംഗിയുള്ള മഴ. ഏതായാലും എന്റെ ലാപ്പിൽ ഇപ്പൊ ചാർജ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാ, പിന്നെ എനിക്ക് നമ്മള് ലാംഗ്വേജ് ഇഷ്ടപ്പെടാനുള്ളതാണ്. നിങ്ങൾക്കൊരു കുറച്ച് മോട്ടിവേഷനും കളക്കട്ടെ. പിന്നെ എന്റെ എക്സ്പീരിയൻസ്, ഞാൻ വലിയൊരു ട്രാൻസ്ലേഷനിൽ ഒരു മാഹിറൊന്നല്ല. എന്നാലും ഒരു ജീവിതകാലത്തെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, വി വാണ്ട് ടു സെറ്റ് ഷോർട്ട് ടേം ഗോൾസ്. നമ്മൾ ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. ഉദാഹരണം, എന്റെ ജീവിതത്തിൽ എന്താ വെച്ചാല്, അന്നേരം എന്ത് ചെയ്യണം, നമ്മളെ തന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കണം. സ്വത്തത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തണം. അത് പഠിച്ചില്ല, അത് അറിയില്ലല്ലോ, ഐ ഡോണ്ട് നോ ദാറ്റ്, അത് അറിയില്ലല്ലോ എനിക്കത്. ഇനി ലാലം ലോകത്തിൽ അറബിയ, എനിക്ക് അറബി ഭാഷ അറിയില്ലല്ലോ. ഐ മീൻ ഒരു സംഗതി പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കാര്യമായിട്ട് പറയണത്. ഒരാൾക്ക് ഡോക്ടറാണെന്ന് ആഗ്രഹമില്ല, ഡോക്ടർ ആയില്ലല്ലോ എന്ന് കേൾക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് എനിക്ക് ഡോക്ടർ ആവണം എന്ന ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ഡോക്ടർ ആയില്ലെങ്കിൽ അതിൽ ഖേദിക്കണം. അതല്ല എന്റെ ന്യായം. ഈ ലോകത്ത് എന്തൊക്കെ അവസരങ്ങളുണ്ട്, എല്ലാം കൂടി ജാമ്യവും ഷാമിലും ആക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആഗ്രഹങ്ങള് പിന്നാലെ പോകും. അപ്പൊ ഒരു ഷോർട്ട് ടേം പ്ലാൻ ഉണ്ടാക്കണം നിങ്ങൾ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാണ്, ഞാനൊക്കെ എന്ത് ചെയ്താൽ ഒരു 6 മാസം, ഈ 6 മാസം കൊണ്ട് എന്തൊക്കെ വന്നാലും ഞാൻ അറബി ഭാഷ സെറ്റാക്കും. അടുത്തൊരു 6 മാസം കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ഭാഷ സെറ്റാക്കും. അങ്ങനെ തീരുമാനിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോന്ന് ചെയ്യണം. ഒരു 6 മാസം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അറബിക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാൻ റെഡിയാക്കും. അങ്ങനെ തീരുമാനിക്കുമ്പോഴേ നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഓരോ ഇഷ്ടിക കട്ടുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചാണ് പെരണ്ടാണത്, അല്ലേ? അതുപോലെയാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളുടെ അവസാനം ഉണ്ടാവണം. ഒരു വീടായി മാറണമെങ്കിൽ നമ്മൾ ഓരോ ഇഷ്ടിക കട്ടകൾ വെക്കണം. അതുപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ടേം ഡ്രീംസുകൾ ഇങ്ങനെ കട്ടിക്ക് വെക്കുമ്പോഴാണ് ഒരു വലിയ സ്വപ്ന എന്താ പറയാ, മൻസിൽ മന്ദിരി അല്ലെങ്കിൽ അൽ അഹ്ലാമി, സ്വപ്നകരമായ ഒരു വീടുണ്ടായിത്തീരുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി സമയം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, 3/4 മണിക്കൂറായി. നിങ്ങളെ അവസ്ഥ എന്താ അറിയില്ല. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഞാൻ ചെയ്യുന്നൊരു മോഡല് അത് കാണിക്കാം.
റെഡിയാണോ? അല്ല ഇതിന് സമയമുണ്ടോ? ഇതിന് എന്തെങ്കിലും ഒരു മിനിറ്റ്. ഹലോ, ഞാൻ തിരിച്ചു വിളിക്കാം, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം കേട്ടോ. എന്ത് ഇതല്ലേ പരിപാടിയല്ലേ, നാളെ ആക്കിയ പോലെ എന്നാ ആക്കണ്ടേ? പിന്നെ മകൻ ഒരു ക്ലാസ്സിലുള്ള നോക്കാം, ഞാൻ വിളിച്ചാൽ കുഴപ്പമില്ല. ഇൻഷാല്ലാ നമുക്ക് നമുക്കൊരു മെത്തേഡിലേക്ക് പോവാം. ഇൻഷാല്ലാ കുറെ വർത്താനം കൊണ്ട് ലാസ്റ്റത്ത് കിട്ടില്ല എന്നാകരുതല്ലോ. എന്തിപ്പം ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ ഷെയർ ചെയ്യണ കാണണ്ട നിങ്ങള് ഇപ്പൊ? എന്താ ഗൂഗിൾ കാണണ ഇപ്പൊ? ലാസ്റ്റത്തെ ക്ലാസ് ക്ലാസിന്റെ ഈ വീഡിയോ മാറ്റി പറ്റുമിന്റെ പെട്ടെന്ന് തീർക്കണം, നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഓരോ സമയം വിലപ്പെട്ടതാണ്. രണ്ടും കൂടി എപ്പോ ഷെയർ ചെയ്യുന്നത്? എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യണ്ട്. ഓക്കെ, എന്റെ ചാർജ് ഇപ്പൊ തീരട്ടോ. ഇത് ഇവിടെ കറണ്ട് ഇല്ല. ഇപ്പൊ എന്താ നിങ്ങൾ കാണുന്നത്? അതിന്റെ ഇപ്പൊ ഒരു ഡോക്യുമെന്റ് നിങ്ങൾ കാണുമ്പോ ഒരു ഡ്രൈവിംഗ് ലൈസൻസ്, ഇന്ത്യൻ യൂണിയൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂഡ് ബൈ സ്റ്റേറ്റ് ഓഫ് കേരള. ഓക്കെ, ഞാനൊരു വേർഡ് ഓപ്പൺ ആക്കട്ടോ. എന്റെ പിന്നെ ഹൗ ടു ബി പ്രാക്ടിക്കൽ ആവാം പഠിക്കല്ലോ. വേർഡിന് അറബിയിൽ എന്താ പറയാ? കലിമ. അതാണ് കോണ്ടക്സ്റ്റ്. ഇതിന് വെറുതെ എന്നാ പറയാ ഈ വേർഡിന്. മറ്റേ എന്താ പറയാ, മറ്റേ കെലിമത്ത്, അതാ കെലിമത്ത് മറ്റേ ഒരു ലോബിയ മീനിങ് ആണ്. ഇതൊരു ഇസ്തിലാഹി, എന്താ പറയാ, ഒരു ഇസ്തിലാഹിയ മീനിങ് ആണ്. അപ്പൊ ഇതിന് വെറുതെ നമ്മൾ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യും. ഇതൊരു കെലിമത്തല്ലല്ലോ, ഇതൊരു ആപ്ലിക്കേഷൻ അല്ല. അപ്പൊ അങ്ങനെ ചെയ്താണ്. ഇൻഷാ അല്ലാഹ്. എന്റെ ഇത് ലാപ്പിലേ കറണ്ട് ഇല്ലല്ലോ. 29 ഉണ്ട്. ഇൻഷാ അല്ലാഹ് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇന്ത്യൻ യൂണിയൻ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ അങ്ങനെ ഓരോന്ന് നിങ്ങൾ പറഞ്ഞോട്ടോ. നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോവാം. എന്താ ഡ്രൈവിംഗ് ലൈസൻസ് എന്താ പറയാ? റുഖ്സത്തുൽ ഖിയാദ. അപ്പൊ റുഖ്സ ഖിയാദ. അപ്പോ ഇന്ത്യൻ ആക്കെ ടൈപ്പിംഗ് അറിയ ഇതില്? ടൈപ്പിംഗ് പഠിച്ചാൽ എല്ലാവരും? ഹലോ, ടൈപ്പിംഗ് അറിയുന്നവരൊന്ന് റൈസ് ഹാൻഡ്. ചെക്ക് ചെയ്യണം എന്താ. ഹലോ, ടൈപ്പിംഗ് അറിയുന്നവർ? നമുക്ക് ഇവരെ പഠിപ്പിക്കണം. അതിനാണ് നമ്മൾ സെഷൻസ് ഒക്കെ വെച്ച് ഇവരെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇൻഷാ അല്ലാഹ്. ടൈപ്പിംഗ് ഒരു വളരെ പ്രധാനമാണ് കേട്ടോ. ടൈപ്പിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, ടൈപ്പിംഗ് അറിയണം. അതന്നെ, ടൈപ്പിംഗ് ഇല്ലാതെ നടക്കുക, ടൈപ്പ് ചെയ്യണ്ടേ. അപ്പൊ എനിക്കൊരു മെത്തേഡ് ഉണ്ട്. ഒരു 1 month കൊണ്ട് പഠിപ്പിക്കൂലേ അലൂയിൻ അക്കാഡമി? അലീൻ അക്കാദമിയിലൂടെ അത് പഠിക്കും. നമ്മ പഠിപ്പിക്കൂല, അത് അവര് സ്വയം പഠിക്കും. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. ഇൻഷാ അല്ലാഹ് കുറച്ച് പെട്ടെന്ന് നോക്കാം. അപ്പൊ ഇന്ത്യൻ യൂണിയൻ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ പറയാമെന്ന് പറഞ്ഞോ നിങ്ങള്? ഇന്ത്യൻ യൂണിയൻ ഇത്തിഹാദിൽ ഹിന്ദ് എന്നൊക്കെ പറയാം. പക്ഷെ നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. അല്ല, ഹിന്ദി എന്നൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഈ ഡ്രൈവിംഗ് ലൈസൻസ് എന്താ പറയാ? റുഖ്സ. പിന്നെ ടൈപ്പ് ചെയ്ത് നോക്കിട്ടോ. കാണണ്ടോ? വലുതാക്ക കുറച്ചും കൂടി. എന്നാലിതൊരു ഒരു 10 മിനിറ്റ് ഓക്കെ അല്ലേ? റുഖ്സ ഖിയാദ അല്ലെങ്കിൽ റുഖ്സത്തുൽ ഖിയാദ അങ്ങനെ ഉപയോഗിക്കട്ടോ. റുഖ്സ ഖിയാദ
എന്താ പറയാ, ഹിന്ദി, ഹിന്ദിയിലെ അല്ലെങ്കിൽ ഹിന്ദിയ ഉപയോഗിക്കണ്ടേ? യാതാന്നല്ലേ, ഹിന്ദിയ. ക്ലിയർ അല്ലേ? പോയോ? ഹലോ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. ഹലോ ഹലോ, ഇതിൽ പോയി, ഞാൻ എന്തെങ്കിലും ലെഫ്റ്റ് ആയി പോയോ? അതെ. അല്ലുവീൻ അക്കാഡമിയോട് പറയാനുള്ളത്, ഇവരെന്ത് ചെയ്യണം വെച്ചാല് സംസാരിപ്പിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. നമ്മളെ കയ്യിൽ കിട്ടിയാൽ ശരിയാക്കും. ഇൻഷാ അള്ളാ, ഇൻഷാ അള്ളാ. അല്ല, ഇത് കേവലം വാക്കായി പോയത് കേട്ടോ. പക്ഷെ നമ്മളെ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഇവർക്ക് നമ്മുടെ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അള്ളാ, ഇൻഷാ അള്ളാ. അത് അവരെ ജീവിതത്തിലെ കരിയറിനെ തന്നെ നമുക്ക് മാറ്റണം. അത് കുറെ കരിയർ കാര്യങ്ങൾ ആൻഡ് റെഡിയാക്കാണ്ട് കുറെ പേഴ്സണാലിറ്റി. കാര്യങ്ങൾ. മനുഷ്യന്മാരങ്ങനെയാണല്ലോ, അതെ പരിശീലനം കിട്ടുമ്പോഴാണല്ലോ മാറാ. അതെ അതെ, ഇൻഷാ അള്ളാ, ഇൻഷാ അള്ളാ. പ്രാക്ടീസ് ഉണ്ടാവണല്ലോ, അപ്പൊ ശരിയായിക്കോ. അതെ അതെ അതെ. അപ്പൊ ഞാൻ കഴിഞ്ഞ പറയുന്നത്, ആ, നിങ്ങൾ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുത്താ മതി. നമുക്ക് പെട്ടെന്നല്ലേ? 9:30 വൈൻഡ് അപ്പ് ചെയ്യുന്ന രൂപത്തിലെ ഓക്കെ, ഇൻഷാ അള്ളാ, എന്നാ കുട്ടികൾക്കൊന്ന്. പെട്ടെന്ന് അവസാനിപ്പിക്കാം. ആ, ഓക്കെ. ഇഷ്യൂഡ് ബൈ എന്നുള്ളതിന് നമുക്ക് എന്താ ഈ സ്വാതിറൻ എന്നൊക്കെ ഉപയോഗിക്കാം. സ്വാതിറൻ അൻ അൻ വിലായത്തി വിലായത്തിൽ കേരള. മാഷാ അള്ളാ, കേരള. മാഷാ അള്ളാ. അല്ലെങ്കിൽ ഹുക്കൂമത്തി കേരള, അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഗവൺമെന്റ് മീനിങ് ഉപയോഗിക്കാം, കുഴപ്പമില്ല. കേരള. ഓക്കെ. പിന്നെന്താ ഉള്ളത്? ഡി എൽ നമ്പർ ഉണ്ട്. നമ്പർ എന്താ പറയാ? ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ. റഖ്മ് റുഖ്സത്തുൽ ഖിയാദ. റുഖ്സത്തുൽ ഖിയാദ. ഓക്കെ, ഉപയോഗിക്കാം. പിന്നെ അടുത്ത് എന്താ ഉള്ളത്? ഇഷ്യൂ ഡേറ്റ്. താരീഖുൽ ഇസ്ലാം. മാഷാ അള്ളാ, നിങ്ങൾ ഉഷാറാണല്ലോ. ഞാൻ അറബി ടീച്ചറാണ്. അതോ, താരീഖ്. നിറത്തെ ടൈപ്പിംഗ് അറിയാത്ത? ടൈപ്പിംഗ് അറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്. മാഷാ അള്ളാ, മാഷാ. അപ്പൊ നിങ്ങൾക്കൊരു ട്രാൻസ്ലേഷനിലെ ഒരു ഭാവി ഞാൻ കാണുന്നുണ്ട്. ഇൻഷാ അള്ളാ. ആഗ്രഹമുണ്ട്. ഇൻഷാ അള്ളാ. പിന്നെ വാലിഡിറ്റി എന്നുള്ള എന്താ പറയാ? എങ്ങനെ? താരിൽ ഇന്തിഹ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ, താരിൽ ഇന്തിഹ, അല്ലെങ്കിൽ സ്വാലിഹത്ത് എന്നൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്വാലിഹുൻ മിൻ, ഇത് മുതൽ, സ്വാലിഹുൻ ഇല, സ്വാലിഹുൻ ഇല എന്നൊക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ താരിൽ ഇസ്താർ, താരിഹുൽ ഇന്തിഹാർ എന്നൊക്കെ ഉപയോഗിക്കാം. ഇസ്മിന് എന്താ പറയാ? അല്ല, ഇസ്മിന് എന്താ പറയാ? നെയ്മിന് എന്താ പറയാ? വേറൊരാൾ പറയൂ. അതന്നെ, പ്രതിഭകൾ ഉയരട്ടെ. പിന്നെ അടുത്ത ഡേറ്റ് ഓഫ് ബർത്തിന് എന്താ പറയാ? വേറൊരാൾ പറയൂ. താരീഖുൽ മീലാദ്. താരീഖുൽ മീലാദ്. പിന്നെന്താ? ഓർഗൻ ഡോണർ. ഓർഗൻ ഉള്ളത് എന്താ പറയാ? അഹ്ലാദ് എന്നാ പറയാ, അല്ലേ? അവയവങ്ങളുള്ളതിന് അഹ്ലാദ് എന്നല്ലേ പറയാ, അല്ലേ? പിന്നെ ഡോണറിന്, ഡൊണേറ്റ് എന്താ പറയാ? തബറുആത്ത് എന്നാ പറയാ ഡൊണേറ്റ് ചെയ്യണേന്. മുബരി എന്ന് ഉപയോഗിക്കാം. മുബരി ഉൽ ഓക്കെ. പിന്നെ അടുത്ത എന്താ? പിന്നെ സൺ ഓഫ്. സണ്ണ് എന്താ പറയാ? ആൺകുട്ടി ഉള്ളതിന് ഇബ്ന്. പിന്നെ ബിന്ത്, പെൺകുട്ടിക്ക് എന്താ പറയാ? ബിന്തിന്റെ ജമ്മ എന്താ? ബനാത്ത്. പിന്നെ അടുത്ത് സൗജത്തിന് എന്താ പറയാ? അല്ല, വൈഫിന് എന്താ പറയാ? സൗജത്ത്.
പിന്നെ അടുത്ത എന്താ ഓഫ് എന്നാ, അപ്പൊ ലീൻ എഴുതിയാൽ മതി കേട്ടോ. ലീ സിദ്ദീഖ്, ലീ 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 ആന്താച്ച ഇസ്മു. പിന്നെന്താ പെർമനന്റ് അഡ്രസ്, അഡ്രസ് എന്താ പറയാ? അൽ അൻവാൻ. അപ്പൊ അൽ അൻവാനു അല്ലേ? മാഷാ അല്ലാഹ്. അതാ. പിന്നെ അടുത്തെന്താ പ്രസന്റ് എന്താ പറയാ? അൽ ഉൻവാനു ഹാദിർ അല്ലെങ്കിൽ ഹാരി എന്നൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഹാദിർ. പിന്നെന്താ തീരില്ല ഇനിയിപ്പോ ഹോൾഡേ സിഗ്നേച്ചർ. സിഗ്നേച്ചർ എന്താ പറയാ? ഹാമിൽ എന്ന് ഉപയോഗിക്കാം അല്ലേ? ആമീൻ. അതല്ല ഇൻഷാ അല്ലാഹ്. 9:15 ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സമയത്ത് 1 മണിക്കൂറിലേറായി. എന്റെ ലാപ്പിൽ ഇനി ചാർജ് തീരും ചെയ്യും. അവർക്കൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അപ്പൊ നടക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാരും എന്ത് ചെയ്യുക, ദുആ ചെയ്യുക. ഞാനൊരു ഇസ്ലാമിക് സ്കോളറാണ്, പിന്നെ ഭാഷയെ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്റെ മെയിൻ ഏരിയ ഇതെന്റെ മെയിൻ ഏരിയ ഇല്ല കേട്ടോ. മെയിൻ ഏരിയ ഞാനൊരു ബേസിക്കലി ഞാൻ ഇസ്ലാമിക ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്ന ആളാണ്. അവിടെ ഫിഖ്, ഹദീസ്, തഫ്സീറാണ് എൻ്റെ സ്പെഷ്യലൈസ്ഡ് ഏരിയ. ബട്ട് ഐ ലൈക്ക് ലാംഗ്വേജ്. ഞാൻ ലാംഗ്വേജിനെ ഇഷ്ടപ്പെടുന്നു. മുണ്ടക്കുളത്തുള്ളതാണ്. മുണ്ടക്കുളത്തുള്ള ആരെങ്കിലും ഉണ്ട് ഇതില്? എന്റെ നാട് മുണ്ടക്കുളാണ്, മൂച്ചിക്കൽ എന്ന സ്ഥലം. ഇൻഷാ അല്ലാഹ്. ചെറുപ്പകാലം തൊട്ടേ ഒരു കരിപ്പൂർ. ഓക്കെ, മാഷാ അല്ലാഹ്. ചെറുപ്പകാലം തൊട്ട് ഈ ജാമിയ ജലാലിയിൽ പഠിച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 3 months in റിസർച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ഖുറാനിക് സ്റ്റഡീസ് ആണ് റിസർച്ചിന്റെ ഏരിയ, തഫ്സീറാണ് ഫോക്കസ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു തഫ്സീറുമായി ബന്ധപ്പെട്ടുള്ള ഒരു തിസീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് വിജയകരമായി പൂർത്തീകരിക്കാൻ തൗഫീഖ് ചെയ്യണം. ഒരുപാട് സമയമില്ല. നമ്മളെ മടി അൽ കസ്ലാൻ, അബ്ദുൽ കസ്ലാനാണ്. മടിയുടെ അടിമയാണ്. അതിലെന്തായി പോയി, ഒരുപാട് പെൻഡിങ് ആണ്. അത് തീർക്കാൻ വേണ്ടി ദുആ ചെയ്യണം. പിന്നെ ലാംഗ്വേജ്, ദാറ്റ് ഈസ് വിങ്സ്. നമുക്കുള്ള എന്താണ്, ചിറകുകളാണ്. പറക്കണമെങ്കിൽ എന്താണ്, ഭാഷ വേണം. നമ്മൾ സാർ എപ്പോഴും പറയാറുണ്ട്, ലാംഗ്വേജ് ഈസ് യുവർ വിങ്സ്. നിങ്ങളുടെ ചിറകുകളാണ്. നിങ്ങൾക്ക് ഞങ്ങൾ ഭാഷ തന്നാൽ മതി, നിങ്ങൾ എവിടേക്കും പറന്നോളും. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളും ഭാഷയെ ഇഷ്ടപ്പെടുക, ഭാഷയുടെ ആളായി മാറുക. അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെയൊക്കെ പ്രചരിപ്പിക്കുക. അതാണ് ആഖിറത്തിൽ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മുടെ ലക്ഷ്യം ഇൻഷാ അല്ലാഹ്. അപ്പോ 1 മണിക്കൂറായി. എന്താ ബോറടിച്ച? എന്താ സെഷന്റെ അവസ്ഥ എന്താ? ഞാനൊരു ബെഡിങ് പ്രസന്റേറ്റർ ആണ്. ഒരു ആരംഭ എന്താ പറയാ, ബെഡിങ് റിസർച്ചർ അതിന്റെ ആളാണ്. അപ്പൊ ഞാൻ ട്രെയിനർ, ഈ ട്രാൻസ്ലേഷനിൽ ഒരു ട്രെയിനറാണ്. പക്ഷെ ഇങ്ങനെ കാര്യമായിട്ട് ലൈവ് സെഷൻ ഒന്നും ഹാൻഡിൽ ചെയ്യാറില്ല. പേഴ്സണലായിട്ട് കുട്ടികളങ്ങനെ സ്റ്റുഡൻസിന് എന്ത് ചെയ്യും, അവർക്ക് തിരുത്തി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. ഇത് കുറവാണ്. ഇൻഷാ അല്ലാഹ് ഇതിന് എന്താ പറയാ, ക്ഷണിച്ച അൽഹുവിൻ അക്കാഡമിക്കും ബ്രൈറ്റ് അക്കാഡമിക്കും 1000 നന്ദി. അള്ളാഹു താല അവരുടെ ഈ പ്രവർത്തനങ്ങൾ ഇഖ്ലാസോട് കൂടി ചെയ്യണം. ഒരുപാട് അക്കാഡമികളുണ്ട്. ഞാൻ ഈ മേഖലയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2-3 വർഷമായി. ഒരുപാട് അക്കാഡമീസ് ഉണ്ട്. അവര് കേവലം ഒരു പേരിന് മാത്രം അക്കാഡമിയും, അതുപോലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നവരുമാണ്. പക്ഷെ അൽഹുവിൻ അക്കാഡമി അവിടെ വാക്കുകൾ കേട്ടിട്ട് അല്ലെങ്കിൽ അവിടെ പരിചയം വെച്ചിട്ട് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നമ്മളുടെ കാരണം കൊണ്ടല്ലാതെ നമ്മൾ പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വാങ്ങണം. അത് തിരിച്ചു കൊടുക്കണം എന്നാണ് അൽഹുവിൻ അക്കാഡമിയോട് എനിക്കും പറയാനുള്ളത്. കാരണം നമ്മൾ ഒരിക്കലും വഞ്ചിച്ചുകൊണ്ടോ ചതിച്ചുകൊണ്ടോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനല്ലേ? അല്ല അങ്ങനല്ലേ അൽഹുവിൻ? ലൈക്ക് അടിച്ചു, ശരിയാണ്.
ഇൻഷാ അല്ലാ. എന്നായിക്കോട്ടെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാ. ഇത്രയും സമയം ഞാൻ ഇങ്ങനെ ഒരാൾ ലൈവ് എടുക്കുന്ന ആദ്യമായിട്ടാണ്. വളരെ സിമ്പിളായി കസാരയിൽ കറങ്ങി കറണ്ട് പോലും ഇല്ലാത്ത നാടാണ്. പല്ലുവിന്റെ അവിടെ ഒരു എന്താ പറയാ KCB-ക്കാർക്ക് വിളിച്ചിട്ട് കറണ്ടൊക്കെ സെറ്റ് ആക്കി തരാൻ വേണ്ടി പറയണം. ഇൻഷാ അല്ലാ. ഓ മാഷാ അല്ലാ. അതൊന്നും വേണം. വരും ഇൻഷാ അല്ലാ. അപ്പോ ഞാൻ ഇന്ന് ഉച്ചക്ക് എന്റെ ലാപ്പ് ചാർജ് ആക്കിയതുകൊണ്ട് ഇന്ന് കഴിച്ചില്ലായി. വലിയ കുടുങ്ങി. പണ്ട് ഏതൊരു അതെ അതെ പണ്ടൊരു മസ്താൻ പാടിയതുപോലെ ദൗറാൻ പോലെയാണ് ഉസ്താദ് ക്ലാസ് എടുത്തത്. ഇങ്ങനെ കറങ്ങി. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ കിട്ടി. ഒരു ചെറിയൊരു ഡ്രൈവിംഗ് ലൈസൻസ് റുഖ്സത്തുൽ ഖിയാദ ഇത് നമുക്ക് പരിശീലിക്കാൻ തന്നു. ഇതൊക്കെ വലിയ കാര്യമാണ്. ഈ മേഖല മഈശത്തിനും കൂടി പറ്റുന്ന മേഖലയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അതെ, ഞൊക്കെ ഡെവലപ്പ് ഈ ക്ലാസ് ഒക്കെ എടുത്തില്ലേ, ഇത് കഴിഞ്ഞവർ എനിക്ക് നല്ലൊരു റെമുനറേഷൻ ഒക്കെ തരും. കസാരയിൽ കറങ്ങിയോണ്ട് എനിക്ക് തോന്നുന്നു പൈസന്റെ ആവശ്യമില്ലാത്ത സ്ഥാപനം തോന്നുന്നു. അൽമാലി ഫി ദുനിയല്ലേ, എത്ര കാലം ജീവിക്കുന്നല്ല അതിനുള്ളതൊക്കെ ഇൻഷാ അല്ലാ പഠിച്ചോണ്ട്. അതെ, അതെ. പിന്നെ ഉസ്താദിന്റെ തിസീസൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ പൂർത്തിയാക്കി ഡോക്ടർ ഫായിസ് ജലാലി എന്നുള്ള ലെവലില് ഇനിയും നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ എടുക്കാനും, ഇൻഷാ അല്ലാ. നമുക്കെന്ന് മാത്രല്ല അറിവ് എന്ന് പറയുന്നത് ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് കൈമാറപ്പെടേണ്ടതാണ്, സ്കില്ലടക്കം. ഇൻഷാ അല്ലാ. അപ്പോ നമ്മുടെ ഉള്ളിലുള്ളത് മുഴുവനും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരിലൂടെ ആ വിജ്ഞാനം മറ്റുള്ളവരിലേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു പോകും. അത് നമുക്ക് വെളിച്ചമായി മാറും. അപ്പോ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ലീൻ അക്കാഡമിയുടെയും ബ്രൈറ്റ് അക്കാഡമിയുടെയും പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുക്കാൻ വന്ന ഫായിസ് ജലാലി ഉസ്താദ് എല്ലാ ഹൈറുകളും പഠിച്ചും തരട്ടെ. ഭാവിയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് എടുക്കാനും നല്ലൊരു ഇൻവോൾവ്മെന്റോട് കൂടെ, കുട്ടികൾ ചോദ്യം ചോദിക്കുന്നില്ല, സംസാരിക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ മാറി സാറെ കുട്ടികളുടെ ചോദ്യം കൊണ്ട് ഞാൻ കൊയങ്ങി എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റണം. ഇവർക്ക് പറ്റും. ഇവരുണ്ട്, സാധനമുണ്ട്. പിന്നെന്താ വെച്ചാല് ഒറ്റയടിക്കന്നെ വന്ന് നമുക്ക് എന്തെങ്കിലും ഒരു റോള് വേണ്ടേ അക്കാഡമിക്ക്. അതെ അതെ ഒക്കെ ഓരോരുത്തുണ്ടാകും, നമുക്ക് എന്ത് റോളാ? അതെ. അപ്പൊ ആ ലെവലിലൊക്കെ നമുക്ക് എന്താക്കണം, ചെയ്യാൻ വേണ്ടി പറ്റണം. ഇൻഷാ ബറക്കല്ലാഹു ഫീക്കും ഫീ ഇൽമിക്കും ഫീ ജുഹൂദിക്കും ഫീ ഔഖാത്തിക്കും. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവിധ ആശംസകളും. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ അവസാനത്തെ സെഷനാണ്. അതിലും എല്ലാവരും 8:15 എന്ന് പറയുന്നത് 2 ദിവസം നിങ്ങളുടെ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമായി കാണുകയും പങ്കെടുക്കുക. നമുക്ക് ഇതൊക്കെ എനിക്ക് തോന്നുന്നത്, ഞാന് മിസ്റിലെ കൈറോ യൂണിവേഴ്സിറ്റി ഉണ്ട്, അമേരിക്കൻ യൂണിവേഴ്സിറ്റി. അതില് ട്രാൻസ്ലേഷൻ കോഴ്സിന്റെ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത മാസം അസറിൽ പോവാണ്. അവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു സ്കോളർഷിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. നമുക്ക് ഈ അറബി ഭാഷ പഠിച്ചത് കൊണ്ട് മിസ്ർ ഗവൺമെന്റ് വിസയും ടിക്കറ്റും ഒക്കെ തന്നിട്ടാണ് നമ്മൾ പോകുന്നത്. മാഷാ അല്ലാഹ്. ഒരു ചെലവില്ല, അക്കോമഡേഷനും ഫുഡും വിസയും ടിക്കറ്റും അടക്കം. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് ജീവിതത്തിൽ ലഭിച്ചു എന്ന് ചോദിച്ചാൽ സാറ് പറഞ്ഞതുപോലെ ഈ ഭാഷയോടുള്ള ഇഷ്ടമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ പോകുമ്പോൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു 40 ഹവറിന്റെ ഒരു ട്രാൻസ്ലേഷൻ കോഴ്സ് ഉണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പോ അത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ വലിയ എമൗണ്ട് ആണ്. നമ്മുടെ കേരളത്തിൽ 500 രൂപക്കും ട്രാൻസ്ലേഷൻ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ട് ചില ആൾക്കാർ 250 റുപ്യക്കും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും ചെറിയ പൈസ കണ്ടിട്ട് അതാണ് എന്ന നിലക്ക് എന്താവരുത്. നമ്മൾ ഇപ്പൊ അല്ലിയൂൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലിയൂനിൽ പെട്ടെന്ന് വന്ന് അഡ്മിഷൻ എടുക്കരുത്. അല്ലിയൂനെ കുറിച്ച് പഠിക്കുക, അവരെ സിലബസിനെ കുറിച്ച് പഠിക്കുക, അവിടെ വന്നിട്ടുള്ള കുട്ടികളെ കുറിച്ച് പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ട് നമ്മൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും നമ്മൾ എന്താവും പാടുള്ളൂ, അഡ്മിഷൻ എടുക്കാവൂ, ട്രാൻസ്ലേഷൻ പഠിക്കാവും. അപ്പൊ ആ ലെവലിലൊക്കെ നിങ്ങൾ ചിന്തിക്കുക. ഒരുപാട് അവസരങ്ങളുണ്ട്. ഒരിക്കലും സ്കിൽ ഫുൾ ലെവലിലേക്ക് ഉയരാനും സ്കില്ലുണ്ടാക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം. ആ ലെവലിലേക്ക് ചിന്തിക്കാം. മാസലാമ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹലോ സാർ, ഇന്നലെ അപ്പൊ ട്രാൻസ്പോർട്ട്
ഇട്ടിരുന്നു, റിപ്ലൈ ഒന്നും കിട്ടിയില്ല. മിസ്റ്റേക്ക്. ആ ഓക്കെ ഓക്കെ. ആദ്യമായിട്ടാണോ ബുർഹാൻ ചെയ്ത്? അത് നമ്മളൊരു പ്രാക്ടിക്കൽ ലെവലില് ചെയ്യാൻ തന്നതാണ് കേട്ടോ. ഞാൻ അതിന്റെ ഓക്കെ ഓക്കെ. അതെ, ഞാനും ചെയ്ത് അയച്ചിരുന്നു, റിപ്ലൈ ഒന്നും കിട്ടിയില്ല. ഞാൻ കണ്ടിരുന്നു. നമ്മൾ ഓക്കെ. ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായോ? തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തിയാൽ നമുക്ക് ഒന്നുകൂടി തെറ്റുണ്ടാവും. നിങ്ങൾ ചെയ്തതിലൊക്കെ തെറ്റുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് ചെയ്യല്ലേ. അതെ അതെ. ആദ്യം നമ്മൾ ഈ ബ്രെയിനിനെ പഠിപ്പിക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചില ആൾക്കാർ ഈ സ്പോക്കൺ അറബിക്ക്, സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ അഡ്മിഷൻ എടുത്താൽ നമ്മളെ ഗൈഡുമാര് പറയാ നിങ്ങളാണ്ട് സംസാരിച്ചോളി എന്നാ പറയാ. ആദ്യം നിങ്ങൾ ഇറാബും നോക്കണ്ടെന്ന് അറിയും അല്ലെ, ഗ്രാമർ നോക്കണ്ടെന്നൊക്കെ പറയും. അതുപോലെയാണ് നമ്മൾ ഈ ട്രാൻസ്ലേഷൻ സ്കില്ല് എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെ കാണുന്നത്, യാത്ര ചെയ്യുമ്പോൾ കാണുന്നത്, ഇപ്പൊ എനിക്ക് തോന്നുന്നത് 4-ാമത്തെ 5-ാമത്തെ വർക്കാണെന്നാണ് തോന്നുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഒരു ദിവസം വർക്ക് ഇട്ടില്ലെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യണം. പല്ലീൻ അക്കാഡമിയിൽ ഏകദേശം എല്ലാ ദിവസവും ചെറിയ ചെറിയ വർക്കും അതിന്റെ അനലൈസിങ്ങും കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ട് ഇത് നമ്മളൊരു പരിശീലനത്തിന് വേണ്ടി അയക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ആ ലെവലിലേക്ക് നമുക്ക് ചെയ്യണം. അപ്പോ നമുക്ക് കാണാം കേട്ടോ. എനിക്കൊന്നൊരു ഹായ് അയച്ചിട്ടേക്ക് നമ്മുടെ അക്കാഡമിന്റെ നമ്പറിലേക്ക്. ഞാൻ അതിന്റെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വാലിക്കും അസ്സലാം.